ഇന്നിപ്പോ രാവിലെ എഴുന്നേറ്റ് വളരെ ചാടിത്തുള്ളിയാണ് കേട്ടോ ബെഡിൽ നിന്ന് എഴുന്നേറ്റ്. വേറെ ഒന്നല്ല, കിടക്കാൻ നേരത്തെ അമ്മേന്റെ അടുത്ത് പറഞ്ഞായിരുന്നു നമുക്ക് രാവിലെ തന്നെ കർക്കിടക കഞ്ഞി ഉണ്ടാക്കണം, എനിക്ക് വീഡിയോ എടുക്കണം, അമ്മ ഉണ്ടാക്കിക്കോന്നുള്ളത്. അങ്ങനെയൊക്കെ പറഞ്ഞ് സെറ്റാക്കി കിടന്ന് ഞാൻ 7:15 എഴുന്നേക്കാൻ വേണ്ടി. അമ്മ കാലത്ത് എഴുന്നേറ്റ് കർക്കിടക കഞ്ഞി ഉണ്ടാക്കേണ്ടത് അത്രപ്പാടിലായിരുന്നു കേട്ടോ. ബെഡിൽ നിന്ന് ചാട്ടത്തിൽ അമ്പാടിയും കൂടെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനെ എടുത്ത് നടക്കലായിരുന്നു രാവിലെ തന്നെ എന്റെ ജോലി. അമ്പാടിന്റെ രാവിലത്തെ ഉറക്ക് ശരിയാത്ത കാരണം ഒച്ചപ്പാടും ബഹളമൊക്കെ തന്നെയായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുത്തിപ്പിടിച്ച് പല്ല് തേക്കുമായിരുന്നു. ക്യാമറയിൽ വീഡിയോ എടുക്കുന്നതെന്ന് കണ്ടേ പിന്നെ ഒളിച്ചും പാത്തുമായിരുന്നു പല്ല് തേപ്പ്. ശ്രീമോളെ മുറ്റം തൂപ്പും പരിപാടികളൊക്കെ കഴിഞ്ഞ പിന്നെ നേരെ പല്ലും തേച്ച് ഞങ്ങൾ ചായ കുടിക്കാനിരുന്നു കേട്ടോ. അങ്ങനെ കർക്കിടക കഞ്ഞിയും ചായയൊക്കെ ഒറ്റ ഇരിപ്പിന് കുടിക്കും. മഴക്ക് മുന്നേ ഞങ്ങൾക്ക് അക്ഷയ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലെത്തിയ പിന്നെ ഉച്ചഭക്ഷണം റെഡിയാക്കി അതും കഴിച്ച് പിന്നെ നേരെ ഓർക്കാട്ടേരിയിലേക്ക് വന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ രണ്ടും രണ്ട് വഴിക്ക് പോയി. എനിക്കാണെങ്കിൽ പല്ലിന്റെ ക്ലിപ്പ് ടൈറ്റ് ചെയ്യണമായിരുന്നു, അമ്മയ്ക്കും ശ്രീമോക്കും ഒക്കെ ബാങ്കിലും പോകണമായിരുന്നു കേട്ടോ. പോയ പരിപാടികളൊക്കെ കഴിഞ്ഞ പിന്നെ അടുത്തുള്ള റെസ്റ്റോറന്റിൽ കയറി ഫുഡും തട്ടി നേരെ വീട്ടിലെത്തിയിട്ടോ. വീട്ടിലെത്തിയിട്ട് വിശ്രമം ഒന്നും ഉണ്ടായിരുന്നില്ല. അമ്പാടിന്റെ മുടി വെട്ടിക്കണമായിരുന്നു. വന്നു കഴിഞ്ഞ പിന്നെ അവന്റെ ലീലാവിലാസങ്ങളായിരുന്നു. അപ്പൊ ഇത്രയുള്ളൂ. ബൈ ബൈ.